പ്രിയ സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ഡിസംബർ 9-നും 11-നും നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം എന്ത് നേട്ടമുണ്ടാക്കും എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2024 തെരഞ്ഞെടുപ്പിൽ BJPക്ക് 19% വോട്ട് കിട്ടി. ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു ലോക്സഭാ സീറ്റ്, തൃശ്ശൂർ ലോക്സഭാ സീറ്റ് ലഭിച്ചു. പല മണ്ഡലങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം നടത്തി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർ വലിയ മുന്നേറ്റം നടത്തി. എല്ലാ ജില്ലകളിലും അവർ വോട്ട് ശതമാനം കൂട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു വസ്തുതയായിരുന്നു. നമുക്കറിയാം, 2024 BJPയുടെ വലിയ മുന്നേറ്റത്തിന് ശേഷം അവരുടെ അനിഷേധ്യ നേതാവായിട്ടുള്ള അമിത്ഷാ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് മൈതാനിയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് 19% വോട്ട് 25% ആകണമെന്നും 10,000 വാർഡുകളിൽ ജയിച്ചു കയറണം എന്നുമാണ് അമിത്ഷാ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു BJP. അവർക്കൊരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ ലഭിച്ചു, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ചടുലവും സക്രിയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് ഒരു 20%, എനിക്ക് തോന്നുന്നത് 20% വോട്ടുകൾ ലഭിച്ചു. ഏതാണ്ട് 5,000 വാർഡുകളിൽ അവർക്ക് ഒന്നാം സ്ഥാനമായിരുന്നു. 2024 അവർക്ക് 20% വോട്ട്, 5,000 വാർഡുകളിൽ അവർ ഒന്നാം സ്ഥാനത്തായിരുന്നു. 2,200 വാർഡുകളിൽ അവർ രണ്ടാം സ്ഥാനത്തായിരുന്നു. അതാണ് 2024. ഇനി 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർക്ക് 17.5% വോട്ട് ഉണ്ടായിരുന്നു. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ 1,640 വാർഡിലാണ് ഒന്നാം സ്ഥാനത്ത് വന്നതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 5,000 വാർഡുകളിൽ മുന്നോട്ടു. ഈ സാഹചര്യത്തിലാണ് വോട്ട് ശതമാനം 25 ആക്കി കൂട്ടാനും വാർഡുകളുടെ എണ്ണം 10,000 ആക്കി കൂട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ ഇടപെട്ടിരുന്നത്. 2020 അവർക്ക് 22 പഞ്ചായത്തും ഉണ്ടായിരുന്നു. 1000 പഞ്ചായത്തിൽ 22 പഞ്ചായത്ത്. സുഹൃത്തുക്കളെ, എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത് BJP എന്ന് പറയുന്ന ഈ സംവിധാനം കേരളത്തിൽ അതിൻ്റെ ഏതാണ്ട് അന്ത്യം കുറിക്കപ്പെട്ടു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. പന്തളം മുനിസിപ്പാലിറ്റിയിൽ അവരായിരുന്നു ഭരിച്ചിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 35 കൗൺസിലർമാരുണ്ടായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ വലിയ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുള്ള BJPയുടെ പ്രകടനം എന്താ നോക്കിയേ. അതിലൊരു സംശയം വേണ്ട. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചെടുത്തു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. 35 കൗൺസിലർമാരുണ്ടായിരുന്നിടത്തുനിന്ന് 52 കൗൺസിലർമാരിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞു. അവർ തിരുവനന്തപുരത്തിന് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ അവർ ഭരിക്കാൻ പോവുകയാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ഒഴിച്ചാൽ ഡിസ്മലല്ലേ BJPയുടെ ഇത്തവണത്തെ പ്രകടനം? വളരെ പരമദയനീയമല്ലേ BJPയുടെ ഇത്തവണത്തെ പ്രകടനം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2024 5,000 വാർഡിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇത്തവണ 10,000 വാർഡിലേക്ക് വരാൻ പ്രതീക്ഷിച്ച് അവർക്ക് 5,000-ൽ നിന്ന് അവർ വളർന്ന എത്രയിലേക്കാണെന്നറിയാമോ? 1,919 വാർഡിലേക്ക്. കീഴോട്ടാണ് വളർച്ച. 5,000-ൻ്റെ ഏതാണ്ട് 20% അവർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. 2024 തെരഞ്ഞെടുപ്പിൽ 5,000 വാർഡിൽ ഒന്നാം സ്ഥാനം, 2,000 വാർഡിൽ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1000 കട്ടിച്ച് 2,000 വാർഡുകളിലേക്കാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വരാൻ കഴിയും. തിരുവനന്തപുരത്തെ വലിയൊരു നേട്ടം തന്നെ. തൃശ്ശൂരത്തെ അവസ്ഥ എന്താ? 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ തൃശ്ശൂരിലാണ് 10,90,000 വോട്ടിന് സുരേഷ് ഗോപി 2024 ജയിച്ചത്. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവിടെ തൃശ്ശൂർ കോർപ്പറേഷനിൽ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു പ്രവർത്തനം. അവിടെ 3-ാം സ്ഥാനത്തേക്ക് അവർ പോയിരിക്കുന്നു. പാലക്കാട് നഗരസഭയിൽ 1-ാം പാർട്ടിയായി വളർന്നുവെങ്കിലും ചെറിയൊരു മുൻതൂക്കം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. പന്തളം മുനിസിപ്പാലിറ്റിയിൽ
അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് അവരെ CPM പുറന്തള്ളി CPM പന്തളം മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. മുനിസിപ്പാലിറ്റി 2020 രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും 2025 രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. 2020 22 പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 26 പഞ്ചായത്തുകളായി, 4 പഞ്ചായത്ത് കൂടി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 900-ലധികം ഗ്രാമപഞ്ചായത്തുകൾ കേരളത്തിലുള്ളപ്പോൾ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് 22 പഞ്ചായത്തേ ഉള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വാർഡെണ്ണം 300 കൂടി, നമ്മൾ ആലോചിക്കണം. വാർഡെണ്ണം 300 കൂടിയപ്പോഴാണ് 2024 5000 വാർഡുകളിൽ ജയിച്ചത്. ഇപ്പോൾ 1919 വാർഡിലേക്ക് അവർ താണിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഇതിൻ്റെ അവസാനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. വോട്ടിൻ്റെ ശതമാനം വന്നിട്ടില്ല. എന്തായാലും അതൊരു വലിയ വർധനയൊന്നും ഉണ്ടായിട്ടുള്ളതായി 19 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 20, 21 അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്കില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. BJPയുടെ ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റൻസ്, അവരുടെ അതിജീവനം തന്നെ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ അല്ലേ തന്നെ അവരുടെ വളർച്ച വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ വോട്ട് ലഭിക്കില്ല, ക്രിസ്ത്യാനികളുടെ വോട്ട് തന്നെ കുറച്ചേ ലഭിക്കുകയുള്ളൂ. ഹിന്ദുക്കളാണെങ്കിൽ കൂടുതൽ CPMൻ്റെ പുറകിലാണ് റാലി ചെയ്തിട്ടുള്ളത്. എന്നാലും ഒരു 19-20% വരെ അവർ വന്നതാണ്. പക്ഷേ അത് ഈ കുത്തനെ താഴോട്ടായിരിക്കും എന്ന് വ്യക്തമായിരിക്കുന്നു. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ തിരുവനന്തപുരത്ത് അവർ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടിയെങ്കിലും നേമത്ത് വലിയ തോതിൽ പിന്നെ അവർ പിന്നോട്ടാണ് അവർ പോയിട്ടുള്ളത്. നിയമമണ്ഡലത്തിൽ അവർ മുന്നിലാണ്. പക്ഷേ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അവർ പുറകോട്ട് പോയി. കഴക്കൂട്ടം മണ്ഡലത്തിലും ചെറിയ മുൻതൂക്കമേ ഉള്ളൂ. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ തുല്യമായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പ് വലിയ തോതിൽ അപകടത്തിലായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രാഥമിക വിലയിരുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിന്ദു വോട്ടുകൾ BJPയിലേക്കല്ല മറിച്ച് UDFിലേക്കാണ് ധ്രുവീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ലഭിക്കില്ല, ക്രിസ്ത്യൻ വോട്ട് ലഭിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. BJP വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ അവർ നടത്തിയ ശ്രമം ഫലത്തിൽ BJP വോട്ടുകൾ UDFിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ലൈവ്ലിഹുഡ്, ഇതിൻ്റെ ഒരു അതിജീവനം തന്നെ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ഡെമോഗ്രഫി, ഞാൻ പറഞ്ഞ പോലെ വോട്ട് കിട്ടൽ ബുദ്ധിമുട്ടാണ്. 2, പിണറായി വിജയനെ സംരക്ഷിക്കലാണ് BJPക്കാരൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന തോന്നൽ BJPയുടെ അണികളിലേക്ക് വ്യാപകമായിട്ട് പരന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം പിണറായി വിജയനെതിരെ ഒരുപിടി അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ജയിലിലാക്കുന്നില്ലെന്നുള്ളത് പോട്ടെ, ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. കേരളത്തിന് പുറത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ജയിലിലാക്കുന്ന BJP കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ കെട്ടിപ്പിടിച്ച് പിണറായി വിജയനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് കഴിഞ്ഞ് 8 വർഷമായിട്ട് കേന്ദ്രത്തിൽ പിന്നെ സുപ്രീം കോടതിയിൽ വരുന്നില്ല. മാസപ്പടി കേസ് അനങ്ങുന്നില്ല, ഡോളർ കേസ് അനങ്ങുന്നില്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഇതൊന്നും പിണറായി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഒരു വിശ്വസ്ത വിനീത വിധേയനെ പോലെ കൂടെ നിർത്തിയിരിക്കുന്ന BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടൊക്കെ ഉൾപ്പെടെ BJP അണികൾക്ക് അരോചകമായി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തമ്മിലടി അവർക്ക് അരോചകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പ് വലിയ തോതിൽ കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ 10,000 വാർഡ്, 5000 വാർഡിൽ നിന്ന് 10,000ത്തിലേക്ക് പോകുന്ന പ്രതീക്ഷിച്ച സാഹചര്യത്തിൽ 5000 വാർഡിൽ നിന്ന് 1919 വാർഡുകളിലേക്കുള്ള BJPയുടെ വളർച്ച എന്നത് നമുക്ക് കാണാൻ കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്.